നമസ്കാരം. കാര്യമായ വാർത്തകളില്ലാത്ത ദിവസങ്ങളിൽ നമ്മുടെ പത്രങ്ങൾ വ്യത്യസ്തമായ വാർത്തകൾ വളരെ എക്സ്ക്ലൂസീവായി കൊണ്ടുവരാറുണ്ട്. അത് പലപ്പോഴും നേരത്തെ തന്നെ അവർ തയ്യാറാക്കി വയ്ക്കുന്നതാവും. അവർ വാർത്തകൾ കുറവുള്ള ദിവസം കൊടുക്കാൻ വയ്ക്കും. അങ്ങനെയും വാർത്തയില്ലാതെ വരുന്ന ദിവസങ്ങളിൽ അന്താരാഷ്ട്ര വാർത്തകൾ ഏതെങ്കിലും തപ്പിയെടുത്ത് അതിലൊരു ഇന്ത്യൻ എലമെൻ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഫോക്കസ് കൊടുക്കാറുണ്ട്. അത്തരമൊരു വാർത്തയുമായാണ് ഇന്നത്തെ മാതൃഭൂമിയുടെ 1-ാം പേജിലെ പ്രധാന വാർത്ത ഇറങ്ങിയത്. 17,940 ഇന്ത്യക്കാർക്ക് ട്രംപ് ഭീഷണി എന്നാണ് വാർത്ത. നാടുകടത്തൽ പേടിയിൽ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം അനധികൃത കുടിയേറ്റ പട്ടിക തയ്യാറാക്കി എന്ന ചെറിയ തലക്കെട്ടുകളുമുണ്ട്. ജനുവരിയിൽ അധികാരമേറ്റാലുടൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിന് അമേരിക്ക സാക്ഷ്യം വഹിക്കുമെന്ന് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി 18,000 ഇന്ത്യക്കാരെ ബാധിക്കും. നാടുകടത്തലിന് മുന്നൊരുക്കമായി അനധികൃതമായി രാജ്യത്ത് കഴിയുന്ന ഏകദേശം 15 ലക്ഷം കുടിയേറ്റക്കാരുടെ അന്തിമ പട്ടിക US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നവംബറിൽ പുറത്തുവിട്ടിരുന്നു. അതിൽ 17,940 പേർ ഇന്ത്യക്കാരാണെന്നാണ് വിവരം. കൂടുതലും ഗുജറാത്ത്, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ. അവരെ ഇന്ത്യയിലേക്ക് തിരികെ അയച്ചേക്കുമെന്നാണ് സൂചന. തങ്ങളുടെ പൗരരെന്ന് വിശ്വസിക്കുന്നവരെ സ്വീകരിക്കാൻ വിദേശ സർക്കാരുകൾ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ICO പറഞ്ഞു. മതിയായ രേഖകളില്ലാതെ രാജ്യത്ത് കഴിയുന്ന 100ഓളം ഇന്ത്യക്കാരെ കഴിഞ്ഞ ഒക്ടോബറിൽ ചാർട്ടേഡ് വിമാനത്തിൽ US തിരിച്ചയച്ചിരുന്നു. ഇന്ത്യൻ സർക്കാരിന്റെ സഹായത്തോടെ 2023-24 സാമ്പത്തിക വർഷം 1,100ഓളം പേരെ നാടുകടത്തിയെന്നാണ് US ആഭ്യന്തര സുരക്ഷാ വകുപ്പ് പറയുന്നത്. ഇങ്ങനെ പോകുന്നു ആ വാർത്ത. ആ വാർത്തയുടെ വലിയ തലക്കെട്ടും ചെറിയ തലക്കെട്ടുമെല്ലാം ഒരിക്കൽ കൂടി കേൾക്കുക. 17,940 ഇന്ത്യക്കാർക്ക് ട്രംപ് ഭീഷണി. നാടുകടത്തൽ പേടിയിൽ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം. ഇതാണ് പ്രധാനപ്പെട്ട വാർത്ത. നാടുകടത്തൽ പേടിയിൽ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം. ഈ വാർത്ത മറ്റൊരു തരത്തിൽ തന്നെ ഇന്ന് മനോരമയുടെ ഓൺലൈനിലുമുണ്ട്. എല്ലാ പത്രങ്ങളും അങ്ങനെയാണ്. മറുനാടൻ അടക്കമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാർത്ത മെർജ് ചെയ്ത് വരുമ്പോൾ ആര് കൊണ്ടുവന്നാലും അതെടുത്ത് കൊടുക്കാറുണ്ട് വ്യത്യസ്തമായ രീതിയിൽ. മനോരമയും മാതൃഭൂമിയുടെ വാർത്ത ഏറ്റെടുത്തിരിക്കുന്നു. മനോരമയും മാതൃഭൂമിയും കൊടുത്തതുകൊണ്ട് ഇന്നിനി കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നായി ഇത് മാറും. ആ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ നാടുകടത്തൽ ഭീഷണിയിൽ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം എന്നതാണ്. എനിക്കും ധാരാളം അമേരിക്കൻ മലയാളികളെ പരിചയമുണ്ട്. ഈ വാർത്ത കണ്ട് ഞാൻ പലരെയും വിളിച്ചു ചോദിച്ചു, അങ്ങനെ ഒരു ഭീഷണി ആർക്കെങ്കിലും ഉണ്ടോ എന്ന്. ഒരാൾ പോലും എന്നോട് പറഞ്ഞില്ല ഞങ്ങൾ നാടുകടത്തൽ ഭീതിയിലാണ്, ഭീഷണിയിലാണെന്ന്. അതായത് അമേരിക്കൻ മലയാളികൾക്കിടയിൽ ഇങ്ങനെ ഒരു ആശങ്കയില്ല, ആരും നാടുകടത്തൽ ഭീതിയിലല്ല എന്ന് മാത്രമല്ല, ഈ വാർത്തയിൽ 99% അമേരിക്കൻ മലയാളികളും ആഹ്ലാദചിത്തരാണ്. അമേരിക്കയിൽ ജീവിക്കുന്ന, ആ രാജ്യത്തെ സ്നേഹിക്കുന്ന അമേരിക്കൻ പൗരന്മാരും അല്ലാത്തവരുമായ നിയമത്തെ അനുസരിക്കുന്ന സകല മനുഷ്യരുടെയും ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ട്രംപ് നടപ്പിലാക്കാൻ പോകുന്നത്. അതിനെയാണ് ഭീതി കലർത്തുന്ന വാർത്തയാക്കി നമ്മുടെ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത്. അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും എക്കാലത്തും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് അനധികൃത കുടിയേറ്റം. ഈ രാജ്യങ്ങൾ സാമ്പത്തികമായി വളരെ മികവുറ്റ രാജ്യങ്ങളാണ്. അവിടെ മികച്ച ശമ്പളമുണ്ട്, മികച്ച ജീവിത സൗകര്യങ്ങളുണ്ട്. അവിടെ ആവശ്യത്തിന് തൊഴിലാളികളില്ലാത്തതിനാൽ അവർ നിയമപരമായി അവർക്ക് വേണ്ട തസ്തികകളിലേക്ക് വിദേശത്ത് നിന്ന് നിയമനം നടത്താറുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയിലെ നഴ്സുമാരെയും ഡോക്ടർമാരെയും ഫാർമസിസ്റ്റുകളെയും ഇല്ലാതെ ഒരു പാശ്ചാത്യ രാജ്യത്തിനും അമേരിക്കയ്ക്കും കാനഡയ്ക്കും ഓസ്ട്രേലിയയ്ക്കും പിടിച്ചു നിൽക്കുക പ്രയാസമാണ്. ആ രാജ്യങ്ങളൊക്കെ ഇന്ത്യയിലെ ഡോക്ടർമാരെയും നേഴ്സുമാരെയും ആശ്രയിച്ചാണ് അവരുടെ വ്യവസ്ഥ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ത്യയിലെ മാത്രമല്ല, ഫിലിപ്പീൻസ് അടക്കം പല രാജ്യങ്ങളിലും. അതുപോലെ തന്നെയാണ് പല മേഖലകളിൽ, IT മേഖലകളിൽ, സയൻസ് മേഖലകളിൽ, അധ്യാപക മേഖലയിലൊക്കെ വലിയ തോതിൽ ഇന്ത്യക്കാരെ അവർക്ക് ആവശ്യമുണ്ട്. എന്നാൽ സാധാരണ തൊഴിൽ ചെയ്യാൻ, അത് ഇലക്ട്രീഷ്യൻ ആയിക്കോട്ടെ, പ്ലംബർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മേസ്തിരിപ്പണി ആയിക്കോട്ടെ, സൂപ്പർ മാർക്കറ്റുകളിൽ ജോലി ചെയ്യുന്നവർ, പെട്രോൾ പമ്പുകളിൽ ജോലി ചെയ്യുന്നവർ, ഗ്യാസ് സ്റ്റേഷനുകളിൽ ജോലി ചെയ്യുന്നവർ, നഴ്സിംഗ് ഹോമുകളിലെ സാധാരണ ജീവനക്കാർ, ഇവർക്കൊന്നും അവർക്ക് ഇന്ത്യക്കാരെയോ വിദേശികളോ ആവശ്യമില്ല. അവിടെ അവർക്ക് ആവശ്യത്തിന് സാധാരണ യോഗ്യത കുറഞ്ഞ ആളുകളുണ്ട്. ഇനി അഥവാ തികയുന്നില്ലെങ്കിൽ മെക്സിക്കോ അടക്കമുള്ള അയൽ രാജ്യങ്ങളിൽ നിന്ന് അത്യാവശ്യം അനധികൃതമായോ അധികൃതമായോ ഒക്കെ അവർ എത്തിക്കുകയും സ്റ്റുഡന്റ് വിസയിൽ കൊണ്ടുവരുന്നവർക്ക് പാർട്ട് ടൈം ജോലി ചെയ്യുകയും ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയി. അമേരിക്കയുടെ സ്ഥിതി മാത്രമല്ല, യൂറോപ്പിന്റെ സ്ഥിതിയും ഇങ്ങനെ തന്നെയാണ്. ഇപ്പം ബ്രിട്ടൻ ആണെങ്കിലും, അയർലൻഡ് ആണെങ്കിലും, ജർമ്മനി ആണെങ്കിലും, ഫ്രാൻസ് ആണെങ്കിലും, ഇറ്റലി ആണെങ്കിലും അവർക്ക് ആവശ്യത്തിന് സാധാരണ തൊഴിലാളികൾ ഇല്ലെങ്കിൽ പോളണ്ടിൽ നിന്നും റൊമേനിയയിൽ നിന്നും
ലിത്വാനിയയിൽ നിന്നും, എസ്തോണിയയിൽ നിന്നും, ബൾഗേറിയയിൽ നിന്നും ആളെ കിട്ടും. എന്തിനൊരു പോർച്ചുഗലിൽ നിന്ന് വരെ അവർക്ക് ആളെ കിട്ടും. അതായത് കിഴക്കൻ യൂറോപ്പിൽ നിന്നും അവർക്ക് ആളെ കിട്ടും. അവർക്ക് ഒരു കാരണവശാലും യൂറോപ്പിന് പുറത്തുനിന്ന് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അവരുടെ അയൽ രാജ്യങ്ങൾക്ക് അപ്പുറത്തു നിന്ന് ആരെയും ആവശ്യമില്ല. ഇതാണ് വാസ്തവം. എന്നാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇന്ത്യയിൽ നിന്നും, പാകിസ്ഥാനിൽ നിന്നും, ബംഗ്ലാദേശിൽ നിന്നും, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും, സിറിയ, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും, ചൈനയിൽ നിന്നും ധാരാളം പേർ അനധികൃതമായി അവിടെ എത്തുന്നു. അവരെത്തുന്നത് വളരെ വിചിത്രമായ രീതിയിലാണ്. ചിലരൊക്കെ ലോറിക്കകത്ത് കയറി ദിവസങ്ങളോളം യാത്ര ചെയ്താണ് എത്തുന്നത്. ചിലരെ മരുഭൂമിയിലൂടെ നടന്ന് കടലിൽ റിസ്ക് എടുത്ത് ചെറിയ ബോട്ടുകളിൽ കയറി അനേകം ഏജന്റുമാർക്ക് കാശ് കൊടുത്ത് പലയിടങ്ങളിൽ തമ്പടിച്ച് വലിയ റിസ്ക് എടുത്താണ് എത്തുന്നത്. ഇവർ പല വഴികളിലൂടെ എത്തിക്കൊണ്ടിരിക്കുന്നു. പലയിടങ്ങളിലും ഇവർക്ക് ഇടത്താവളങ്ങളുണ്ട്. ഇതിനൊക്കെ ഇടനിലക്കാരുണ്ട്. ബ്രിട്ടനിലേക്ക് കടൽ കടന്ന ദിവസവും നൂറുകണക്കിന് ആളുകൾ അനധികൃതമായി എത്താറുണ്ട്. പാശ്ചാത്യ ലോകത്തിന്റെ ഉയർന്ന സംസ്കാരം മൂലം ഇവരെയൊക്കെ അഭയാർത്ഥികളായി സ്വീകരിക്കും. ഇവരെ ആരെയും മറ്റു ചില രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ കടലിൽ മുങ്ങിത്താഴാൻ ഇവർ അനുവദിക്കാറില്ല. ഇത്തരക്കാരൊക്കെ പലയിടത്തും കൊണ്ട് ബോട്ട് മുക്കാറുണ്ട്. കാരണം മറ്റു രാജ്യങ്ങളിലെ ആളുകൾ ഒന്ന് രക്ഷിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇവരെല്ലാം സ്വീകരിക്കും, താൽക്കാലിക അഭയം കൊടുക്കും. അവർ അഭയാർത്ഥികളായി അപേക്ഷിക്കുമ്പോൾ തീരുമാനമുണ്ടാകുന്നത് വരെ ഇവരെ ഹോട്ടലുകളിലും മറ്റും പാർപ്പിക്കും. ബ്രിട്ടനിലൊക്കെ ആണെങ്കിൽ വലിയ 5 സ്റ്റാർ ഹോട്ടലിലാണ് പാർപ്പിക്കുന്നത്. ഇവർക്ക് 3 നേരം ഭക്ഷണം കൊടുക്കും. ഇവർക്ക് യാത്ര ചെയ്യാനുള്ള അലവൻസ് കൊടുക്കും. ഇവർക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. കുട്ടികളെ സൗജന്യമായി പഠിപ്പിക്കും. എന്നിട്ട് ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമ്പോൾ, അതായത് ഇവർ വിദേശത്ത് നിന്നും പ്രോസിക്യൂഷൻ ഭയന്ന് എത്തിയതാണ്, ഇവർക്ക് മനുഷ്യത്വപരമായ പരിഗണന കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് വിസ കൊടുത്ത്, ജോലി കൊടുത്ത്, വീട് കൊടുത്ത് സംരക്ഷിക്കും. ഇല്ലെങ്കിൽ ഇവരെ തിരിച്ചയക്കണമെന്നാണ്. ഈ തിരിച്ചയക്കൽ ഒരിക്കലും നടക്കാറില്ല. ഒന്ന് തിരിച്ചയക്കുന്നതിന് മുമ്പ് ഇവർ മുങ്ങും. ഇവരെ കണ്ടെത്തുക പ്രയാസമാണ്. ഇനി കണ്ടെത്തിയാലും ഇവർ ഏത് രാജ്യത്തു നിന്ന് വന്നു എന്നതിന് തെളിവുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവിടേക്ക് തിരിച്ചയക്കുക നൂലാമാലകളാണ്. അതുപോലെ തന്നെ മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തെത്തും. അവർ കോടതിയിൽ പോകും, കേസ് നടത്തും. ചില കോടതികൾ അവരോട് ഇവിടെ തുടരാൻ പറയും. കേസ് അനന്തമായി നീണ്ടുപോകും. ഇങ്ങനെ ധാരാളം പ്രതിസന്ധികൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരിക്കലും നടക്കാറില്ല. ഇതാണ് യൂറോപ്പും അമേരിക്കയും ഒക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അവിടുത്തെ ജനങ്ങൾ വെള്ളം കുടിക്കുകയാണ്, വിഷമിക്കുകയാണ്. അവരുടെ നാട്ടിലേക്ക് വിദേശികൾ വരുന്നതിൽ അവർക്ക് പ്രയാസമില്ല. നിയമപരമായി വരണം. യോഗ്യതയുള്ളവർ, അർഹതയുള്ളവർ നിയമാനുസൃതമായി അവിടെ വന്ന് പണിയെടുക്കണം. പണിയെടുത്തിട്ട് അവർക്ക് അവിടെ തുടരാൻ യോഗ്യതയുണ്ടെങ്കിൽ തുടരാം, ഇല്ലെങ്കിൽ തിരിച്ചു പോകണം. ഇപ്പൊ സ്റ്റുഡന്റ് വിസയിൽ വരുന്നവർ പഠനം കഴിഞ്ഞ് തിരിച്ചു പോകണം. വർക്ക് പെർമിറ്റിൽ വരുന്നവർ അവർ നിശ്ചിത കാലം വർക്ക് പെർമിറ്റിൽ വന്ന് ജോലി ചെയ്താൽ അവർക്ക് പെർമനന്റ് റെസിഡന്റോ ഗ്രീൻ കാർഡോ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പോ ഒക്കെ കിട്ടി അവിടെ ജീവിക്കാം. അവിടെ ആവശ്യമുള്ള തൊഴിലായതുകൊണ്ടാണ്. അങ്ങനെ പോകുന്ന ഇന്ത്യക്കാരാണ് ഭൂരിഭാഗം പേരും. അവരൊക്കെ ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ ആ രാജ്യത്തെ പൗരന്മാരായി ആ രാജ്യത്തെ സംസ്കാരത്തോട് ചേർന്ന് ജീവിക്കുന്നു. അതേസമയം ഭാരതീയ സംസ്കാരത്തിലും ഭാഷയിലുമൊക്കെ അവർ തുടരുന്നു. അതിനുള്ള സൗകര്യം ഈ രാജ്യം ചെയ്തു കൊടുക്കുന്നത്. അവരാണ് യഥാർത്ഥത്തിൽ വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യക്കാർ. മറ്റുള്ളവർ അനധികൃതമായി നിയമവിരുദ്ധമായി കടന്നു കയറുന്നവരാണ്. അവർ പുറത്താക്കപ്പെടുക തന്നെ വേണം എന്നാണ് നിയമപരമായി വിദേശത്തേക്ക് പോകുന്നവരുടെ ആഗ്രഹം. ഈ അനധികൃത കുടിയേറ്റക്കാർ ഉള്ളതുകൊണ്ടാണ് വാസ്തവത്തിൽ നിയമപരമായി അവിടെ കുടിയേറുന്നവരുടെയും ജീവിതം പ്രതിസന്ധിയിലാവുന്നത്. അതുകൊണ്ട് ഒരു ഇന്ത്യക്കാരനും ബുദ്ധിമുട്ടില്ല. അവിടെ കടന്നു കയറിയിരിക്കുന്നു നിയമവിരുദ്ധമായി 18,000 പേരെന്ന് പറയുന്നത് പുറത്താക്കപ്പെടേണ്ടവരാണ്. അവർ നിയമവിരുദ്ധമായി അവിടെ എത്തിയവരാണ്. ഒരു രാജ്യവും നിയമവിരുദ്ധമായി കയറുന്നവരെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ ആവശ്യവുമില്ല. അവർക്ക് വേണ്ടി കണ്ണീരൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. ഔദ്യോഗിക കണക്കനുസരിച്ച് അമേരിക്കയിൽ 1,10,00,000 പേർ അനധികൃതമായി അവിടെയും ഇവിടെയുമായി താമസിക്കുന്നുണ്ട്. 1 കോടിയിലധികം പേർ അനധികൃതമായി താമസിക്കുന്നുണ്ട്. പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയ കണക്കാണ്. ഇത് ശരിയാവണമെന്നില്ല, ഇത് കൂടുതലുണ്ടാവാം. ഇതിൽ 7.25 ലക്ഷം പേർ ഇന്ത്യക്കാരാണ്. മെക്സിക്കോയും എൽ സൽവാദോറും കഴിഞ്ഞാൽ നിയമവിരുദ്ധമായ കുടിയേറ്റക്കാർ ഏറ്റവും അധികം അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരാണ്. അവർ വർഷങ്ങളായി താമസിക്കുന്നവരുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരെ ആരെയും അവിടെ താമസിപ്പിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ 1 കോടിയിലധികം വരുന്നവരുടെ ലിസ്റ്റിൽ അടിയന്തരമായി കയറ്റിവിടേണ്ട 15 ലക്ഷം പേരുടെ ലിസ്റ്റാണ് ട്രംപ് ഭരണകൂടം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലാണ് 18,000 പേർ ഇന്ത്യക്കാരായിരിക്കുന്നത്. ഈ 15 ലക്ഷം പേരെയും നാട് കടത്തും എന്നത് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്. ട്രംപ് അത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് ട്രംപിന് ഇന്ത്യക്കാരടക്കമുള്ളവർ വോട്ട് ചെയ്തത്. അതുകൊണ്ട് ട്രംപ് അത് ചെയ്തേ മതിയാവും. ഈ 15 ലക്ഷം പേരെ അത്ര എളുപ്പത്തിൽ നാട് കടത്താനൊന്നും പറ്റില്ല. കാരണം പല സംസ്ഥാനങ്ങളിലാണ് ഈ 15 ലക്ഷം പേരുള്ളത്. ഈ ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്തല്ല. പല സംസ്ഥാനത്തും പല നിയമങ്ങളാണ്, പല സർക്കാരുകളാണ്. അവിടെ ഡെമോക്രാറ്റുകൾ ഭരിക്കുന്നുണ്ടെങ്കിൽ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആവശ്യത്തോട് തലതിരിഞ്ഞു നിൽക്കും. പല കോടതികളും പലതരം നിലപാടെടുക്കും.
അത്ര എളുപ്പം ഒരാളെ കടത്തിവിടുക പ്രയാസമാണ്. വളരെയധികം രാജ്യങ്ങൾ വളരെയധികം ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടനാണ് ഇത്തരത്തിൽ കൂടെ ശ്രമങ്ങൾ നടത്തി പരാജയപ്പെടുന്നത്. പലതവണയും ബ്രിട്ടൻ അനധികൃതരെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി വിദേശത്തേക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അവരുടെ പൗരത്വം തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ട് ആ രാജ്യങ്ങൾ അവരെ സ്വീകരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ തിരിച്ചെടുക്കേണ്ട ബാധ്യത ബ്രിട്ടനുണ്ടാവാറുണ്ട്. അതിന് പകരമായി അവരൊരു സംവിധാനം കൊണ്ടുവരാൻ തീരുമാനിച്ചു. ആര് വന്ന് അസൈലം ക്ലെയിം നടത്തിയാലും, അതായത് അഭയാർത്ഥിയാണെന്ന് പറഞ്ഞാലും, അവരെ അപ്പോൾ തന്നെ റുവാണ്ടയിലേക്ക് കൊണ്ടുപോവുക. റുവാണ്ടയിൽ അവർക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, അവർക്ക് ജീവിക്കാനുള്ള പൈസ കൊടുക്കുക. എന്നിട്ട് അവരുടെ കേസിൽ തീരുമാനമുണ്ടായി അംഗീകരിക്കപ്പെട്ടാൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇല്ലെങ്കിൽ അവിടെ നിന്ന് കയറ്റി അയക്കുക. ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നു. പക്ഷേ ആ നിയമം ബ്രിട്ടീഷ് സുപ്രീം കോടതി റദ്ദ് ചെയ്തു. അതും സാധിച്ചില്ല. അത് മനുഷ്യത്വ വിരുദ്ധമെന്നാണ് ആംഗ്ലിക്കൻ ചർച്ച് പ്രഖ്യാപിച്ചത്. ഇത്തരത്തിലുള്ള ഒരുപാട് നൂലാമാലകൾക്കിടയിൽ ട്രംപ് ഇതെങ്ങനെ നടപ്പിലാക്കുമെന്ന് ഉറപ്പില്ല. പക്ഷേ അനധികൃതമായി കുടിയേറിയവരെ ഭയപ്പെടുത്താൻ ട്രംപ് രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങും എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ട്രംപ് ജനുവരിയിൽ അധികാരമേറ്റാൽ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതായിരിക്കും. വലിയ തോതിൽ ഹോട്ടലുകളെ, ബിസിനസ് സ്ഥാപനങ്ങളെ, പള്ളികളെ, സ്കൂളുകളെയൊക്കെ റെയ്ഡ് നടത്താൻ പോകുന്നു. ഈ റെയ്ഡിനൊക്കെ പട്ടാളത്തിന്റെ സഹായം തേടും. പട്ടാളം വലിയ തോതിൽ ഇരച്ചു കയറുന്നു. പല കോളനികളിലും താമസ സ്ഥലത്തും ലേബർ ക്യാമ്പുകളിലുമൊക്കെ എത്തും. പല പള്ളികളിലും എത്തും, പല സ്കൂളുകളിലും എത്തും. വിദേശികളായവരുടെ രേഖകൾ പരിശോധിക്കും. രേഖയില്ലാത്തവരെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്ത് താൽക്കാലിക താമസ സ്ഥലത്തേക്ക് മാറ്റും. വലിയ ടെന്റുകൾ കെട്ടി അവിടെ താമസിപ്പിക്കാനാണ് പദ്ധതി. എന്നിട്ട് ഇവരുടെ വിശദാംശങ്ങൾ എടുത്തുകൊണ്ട് കോടതിയിൽ അപേക്ഷ കൊടുത്ത് കോടതിയുടെ പെർമിഷനോടുകൂടി മാത്രമേ വിദേശത്തേക്ക് കടത്തിവിടാൻ കഴിയൂ. പക്ഷെ അവിടെയും ഒരു വെല്ലുവിളിയുണ്ട്. രാജ്യങ്ങൾ സഹകരിക്കണം. ഈ 18,000 പേർ ഇന്ത്യക്കാരാണെന്ന് ട്രംപ് പറയുന്നു. പക്ഷെ 18,000 പേർ ഇന്ത്യക്കാരാണെന്ന് രേഖയില്ലല്ലോ. കാരണം ഇവരെല്ലാം പാസ്പോർട്ട് നശിപ്പിച്ചു കളയും. പിന്നെ ഇന്ത്യക്കാരാണെന്ന് എങ്ങനെ തെളിയിക്കും? അവർ ഇന്ത്യക്കാരാണെന്ന് സമ്മതിക്കത്തുമില്ല. അതുകൊണ്ട് ഇന്ത്യൻ സർക്കാരിനും സമ്മതിക്കാൻ കഴിയില്ല. അത്തരമൊരു പ്രതിസന്ധി ഉണ്ട്. എങ്കിൽ പോലും വലിയ തോതിൽ ഈ കൂട്ട അറസ്റ്റുകൾ നടത്തി ഭയപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ട്രംപ്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലായി ഇത് മാറിയെന്ന് വരാം. വലിയ വാർത്തകളും പ്രതിസന്ധികളും സൃഷ്ടിക്കാൻ പോകുന്നു. ട്രംപ് രണ്ടും കൽപ്പിച്ച് രംഗത്താണ്. അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അനേകം പേരുടെ വിദ്യാഭ്യാസം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. കാരണം കുട്ടികളിൽ പലരും സ്കൂളിൽ പഠിക്കുകയാണ്. അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ടെന്റിലാക്കും. ഒരുപക്ഷെ ദീർഘകാലം അവർക്ക് ടെന്റിൽ കഴിയേണ്ടി വരാം. നിയമ നൂലാമാലകൾ മൂലം കുറച്ചുപേരെ പോലും നാട് കടത്താൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാലും ട്രംപ് രണ്ടും കൽപ്പിച്ച് ജനഹിതത്തിനനുസരിച്ച് ഇറങ്ങുകയാണ്. അതിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആശങ്കയിൽ എന്നാരും പറയേണ്ടതില്ല. ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കും ആശങ്കയില്ല. നിയമവിരുദ്ധമായി അവിടെ എത്തുന്നവർ നാട് കടത്തപ്പെടണം. ഈ 18,000 പേരല്ല, 7,25,000 പേരെയും കണ്ടെത്തി തിരിച്ചയക്കണം എന്നതാണ് അവിടെ നിയമപരമായി താമസിക്കുന്ന സകലരുടെയും നിലപാട്.